അർച്ചനാസ് ടാരറ്റ് ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരുന്ന ഒരാഴ്ചക്കാലത്തെ നമ്മളുടെ എന്തൊക്കെ റീഡിംഗ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആഴ്ച നമ്മൾ പയൽ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. 2 പയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുക. നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് ഈ ആഴ്ച നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പയൽ 10 ഓഫ് കപ്സ്, രണ്ടാമത്തേത് ദി ഹൈ പ്രീസ്റ്റസ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഈ കാർഡ് നമ്മൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുതരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡായ 10 ഓഫ് കപ്സ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്ത 10 ഓഫ് കപ്സ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ദി ഫൂൾ, 2 ഓഫ് പെൻറ്റക്കിൾസ്, ദ ടവർ, ദി മജീഷ്യൻ, 7 ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ ഒരു തുടക്കത്തിലേക്കാണ് പോകുന്നത്. ചോയ്സ് ഉണ്ട്, അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവുക. ഇടയ്ക്ക് എവിടെയോ ഒരു വഴിത്തിരിവ് കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ കാര്യങ്ങൾക്ക് എന്തോ ഒരു തടസ്സം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ മജീഷ്യനാണ് പിന്നെ വന്നിരിക്കുന്ന കാർഡ്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് മജീഷ്യൻ കാണിക്കുന്നത്. പല ചോയ്സ് ഉണ്ട്, അതിൽ എന്തെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവുക. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ പണത്തിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസരമാണ് ഇതെന്ന് കൂടി ഓർമ്മിക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളുടെ വിജയം ഉറപ്പാണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരിൽ അടുത്ത ഒരാഴ്ചക്കാലം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ കാർഡ് സെലക്ട് ചെയ്തവർ എന്തോ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിൽ നമ്മൾ വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പണത്തിന് വേണ്ടി ഉള്ള യാത്രയാവാം. അതുകൊണ്ടാണ് ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഒരു കാര്യം, പണത്തിൻ്റെ ഒരു തുടക്കമാണ് ഇതിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. വിജയിച്ച ഒരവസ്ഥയാണ് കാണുന്നത്. അത് ഷാർപ്പ് ഫോക്കസ് ചെയ്യണമെന്ന് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതിൽ വിജയിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.